പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്കസ് ഏരിയ മദർ ടു സൺ എന്ന് പറയുന്ന ഫോക്കസ് ഏരിയയിലെ അവസാന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഫോക്കസ് ഏരിയയിലെ ഈ പറയുന്ന മദർ ടു സൺ എന്ന പാഠം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അപ്രീസിയേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ദീപൂസ് മാസ്റ്റർ ഹായ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മദർ ടു സൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട പാഠം തന്നെയാണ്. അപ്പോൾ അതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ പോയത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് പോയത്തിൻ്റെ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ പോയത്തിലെ വരികൾ തന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മൾ പോയത്തിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ മറ്റ് പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഡിസ്കോഴ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അപ്രീസിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ലൈവ് ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പാഠത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ ഈ പോയം കൃത്യമായിട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ ഞാനിതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പറയാം. നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റർബൻസ് നോയ്സ് ശബ്ദങ്ങളൊന്നുമില്ല, ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദി പോയം? ഓക്കെ, ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഈ പോയത്തിലെ സംസാരിക്കുന്ന വ്യക്തി ആരാണ്? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്? പല കുട്ടികളും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പോയത്തിലെ വരികൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അവർ ആ പോയത്തിലെ വരികൾ അതുപോലെ തന്നെ എടുത്ത് എഴുതാറുണ്ട്. അതുപോലെ തന്നെ ആ വരികൾ എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ആ പോയത്തിലെ വരികളല്ല എടുത്ത് എഴുതേണ്ടത്, അതിൻ്റെ ഉത്തരം ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പല കുട്ടികളും ആ ക്വസ്റ്റ്യനിലുള്ള കുറച്ച് വാക്കുകളൊക്കെയുള്ള വരികൾ അങ്ങ് എടുത്ത് എഴുതി വെക്കും. വരികൾ എടുത്ത് എഴുതി വെച്ചാൽ ഒരിക്കലും നമുക്ക് ഈ പോയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം, അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ പോയം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ പോയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് അത് കൃത്യമായിട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ എഴുതുക. സെൻറ്റൻസ് ആക്കി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ യെസ്, ആൻസർ ശരിയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോം, മദർ, അത് തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ആൻ ആഫ്രോ അമേരിക്കൻ മദർ. ആൻ ആഫ്രോ അമേരിക്കൻ മദർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു. 1-2 പേര് ഇവിടെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ അതിൻ്റെ ആൻസർ എഴുതുക. ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ആഫ്രിക്കൻ അമേരിക്കൻ മദർ. അൻ ആഫ്രിക്കൻ മദർ, അല്ലെങ്കിൽ ഇൻ ദ പോയം ഈസ് എ ബ്ലാക്ക് മദർ എന്നാണ് ഒന്നാമത്തെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ഡു യു ഫീൽ ദ പ്രസൻസ് ഓഫ് എ ലിസണർ ആൻഡ് ഹൂ ഈസ് ദ ലിസണർ ഇൻ ദിസ് പോയം? ഇവിടെ ഈ പോയത്തിലെ സ്പീക്കർ മദറാണ്. ദർ ഈസ് എ ലിസണർ ഓൾസോ, എ സൈലൻറ്റ് ലിസണർ. അങ്ങോട്ടൊന്നും സംസാരിക്കാതെ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു കേൾവിക്കാരൻ ഇവിടെയുണ്ട്. ആൻഡ് ഹൂ ഈസ് ദാറ്റ് ലിസണർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദാറ്റ് ലിസണർ? ദ ലിസണർ ഈസ് ദ സൺ, മകനാണ് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, യെസ് ദർ ഈസ് എ ലിസണർ ഇൻ ദ പോയം ആൻഡ് ദ ലിസണർ ഈസ് ഹർ സൺ. The mother is giving an advice to her son. Yes, Munir, Jisha, Naushad. You are right. So, the speaker, the listener is the son. So, that is the answer. ഇനി രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. What does no crystal stair mean? ഇവിടെ no crystal stair എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? What is the meaning of crystal stair in this poem? അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്? The crystal stair means the stair of life which is very smooth. Crystal stair is very smooth. But the poet says that life was not a crystal stair. ലൈഫ് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, crystal stair means a beautiful staircase made up of glass. And the mother says that life is not a crystal stair. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം അയച്ചു തരാം. യെസ്, ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ്. ക്രിസ്റ്റൽ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ് വിത്ത് പ്രോപ്പർ ഷേപ്സ്. ഇറ്റ് മീൻസ് എ സ്ട്രോങ് ഗ്ലാസ്, ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്. So no crystal stair means life is not very easy, like a staircase made up of crystals or glass. എന്ന് നമുക്ക് എഴുതാം. Life is hard, life is difficult. Okay. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Was life easy for the mother? Pick out evidence from the first stanza to support your answer. Do you think life was easy for the mother? Was life easy for the mother എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് നോ, ലൈഫ് വാസ് നോട്ട് ഈസി ഫോർ ദി മദർ. യെസ്, നജ ഫാത്തിമ. ലൈഫ് വാസ് നോട്ട് ഈസി ഫോർ ദി മദർ. ആൻഡ് വാട്ട് എവിഡൻസ് ഡു വി ഹാവ്? ഇതിനുള്ള ഒരു തെളിവെന്താണ്? അങ്ങനെയല്ല എന്ന് പറയുന്ന ആ ഒരു തെളിവ്. പിക്ക് ഔട്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയത്തിലെ വരികൾ എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ ഈ അർത്ഥം വരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ആ ലൈൻസ് ഏതാണ്? ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ആൻഡ് ഷീ സേസ് it had tacks and splinters with boards torn up. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ പോയത്തിലെ വരികളല്ല എഴുതേണ്ടത്, വരികൾ എഴുതാൻ ആവശ്യപ്പെട്ടാൽ മാത്രം, പിക്ക് ഔട്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് പോയത്തിൻ്റെ വരികൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതണം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം. The first stanza ends with the word bear. What does the speaker mean by the word bear? അപ്പോൾ ഒരു വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് bear, B-A-R-E. What is the meaning of this bear? ഈ bear എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എന്താണ്? bear means naked or exposed. And yes, it shows the poverty of the മദർ. അവരുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യമാണ് ഇവിടെ ബെയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെയർ സ്റ്റാൻഡ്സ് ഫോർ പോവർട്ടി ഓഫ് ദ ഫാമിലി, ദ സ്കേഴ്സിറ്റി ഓഫ് ദ മിനിമം റിക്വയർമെൻറ്റ്സ് ഓഫ് ലൈഫ്. അല്ല, ജീവിതത്തിൽ ആവശ്യമുള്ള ദർ ഈസ് എ സ്കേഴ്സിറ്റി ഓഫ് ഡ്രസ്, ഫുഡ്, ഇനഫ് ഫുഡ്, എറ്റ്സെട്ര. അപ്പോൾ അതാണ് ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി ആറാമത്തെ ചോദ്യം. വെൻ ലൈഫ് ബിക്കംസ് ചാലഞ്ചിങ് ഡസ് ദ സ്പീക്കർ ഗിവ് അപ്പ്? ഹൗ ഡു യു നോ എന്നുള്ളൊരു ചോദ്യം. അതായത് ജീവിതം കൂടുതൽ ശ്രമകരമാകുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? അവർ അതിനെ നേരിടുകയാണോ അല്ലെങ്കിൽ അവർ അതിന് കീഴടങ്ങുകയാണോ? എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഈ പോയത്തിൻ്റെ ഒരു മെസ്സേജ് തന്നെ അതാണ്, നോട്ട് ടു ഗിവ് അപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് എഴുതേണ്ടത്? വെൻ ലൈഫ് ബിക്കംസ് ചാലഞ്ചിങ് ദ മദർ ഡിഡ് നോട്ട് ഗിവ് അപ്പ് എന്നുള്ള കാര്യം എഴുതുക. ഹൗ ഡു യു നോ, വാട്ട് ഈസ് ദ എവിഡൻസ് യു ഹാവ് ദാറ്റ് ദ മദർ ഈസ് ഫേസിങ് ദ ചലഞ്ചസ് ഇൻ ലൈഫ്? അപ്പോൾ അതിന് നമുക്ക് ഈ വരികളാണ് എഴുതേണ്ടത്. ഷീ സെസ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ക്ലൈംബിങ് ഓൺ ദ സ്റ്റെയർ കേസ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ വരിയിലാണ് അവർ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ള ആശയം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, വാട്ട് ഡു ദ ഫ്രേസ് ടേണിംഗ് കോർണേഴ്സ് ആൻഡ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് മീൻ? ഇപ്പം ഞാൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയും. ഒരു 20-21 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഇവിടെ ടേണിംഗ് കോർണേഴ്സ് ആൻഡ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ടേണിംഗ് കോർണേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ടേണിംഗ് കോർണേഴ്സ് മീൻസ് ദ സഡൻ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ലൈഫ്. എന്താണ് ടേണിംഗ് കോർണേഴ്സ് എന്ന് വെച്ചാൽ? പെട്ടെന്ന് വരുന്ന അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ടേണിംഗ് കോർണേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But turning corners means sudden changes happening in life. Then what is the meaning of set down on the steps? Set down on the steps actually mean sit down on the steps. And that means a state where there is no change. ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന അവസ്ഥ, അതാണ് set down on the steps എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And what is the advice that the mother gives? Not to sit down on the steps. Continue the struggle of life. Continue climbing the staircase of life. ഇനി 8ാമത്തെ ചോദ്യം, the speaker speaks of dark times. What does the poet refer to here? ഇവിടെ പറയുന്ന dark times അല്ല, ഈ സ്റ്റെയർകേസിൻ്റെ ചില ഭാഗങ്ങളിൽ there is no light എന്ന് പറയുന്നുണ്ട്. What does that mean? It refers to the problems in life where she doesn't know how to face it. അതെങ്ങനെ നേരിടണമെന്ന് അറിയാത്ത അവസ്ഥ. A situation where there is darkness and there is no light. Okay, often she had to travel without any hope. ഒരു പ്രതീക്ഷയുമില്ലാതെ മുന്നോട്ട് പോകേണ്ടി വരുന്ന സമയത്തെയാണ് ഇവിടെ ഡാർക്ക് ടൈംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. What advice does the speaker give? Pick out relevant lines from the poem. What is the advice of the mother? And pick out relevant, അതിനാവശ്യമായിട്ടുള്ള വരികൾ ഈ പോയത്തിൽ നിന്ന് എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യവും എഴുതണം, അതുപോലെ തന്നെ ആ പോയത്തിലെ വരികളും നമ്മൾ എടുത്ത് എഴുതണം. The advice she gives is not to turn back, not to sit down and not to fall. ഈ 3 കാര്യങ്ങളും എഴുതുക. Not to turn back, not to sit down, not to fall. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഉത്തരത്തിൽ എഴുതണം. ഇനി ആ വരികളും കൂടി നമ്മളൊന്ന് എടുത്തെഴുതുക. എന്താണ് ആ വരികൾ? ബോയ്, ഡോണ്ട് യു ടേൺ ബാക്ക്, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, ഡോണ്ട് യു ഫോൾ നൗ. അപ്പോൾ ആ 2 ചോദ്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ 2ൻ്റെയും ഉത്തരം എഴുതണം. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും അത്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. ചിലതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അപ്പോൾ 2 പോയിൻറ്റ്സ് അവിടെ എഴുതാനുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിത്ത് വാട്ട് മെസ്സേജ് ഡസ് ദ പോയം എൻഡ്? എന്ത് മെസ്സേജ് പറഞ്ഞിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ദ പോയം എൻഡ്സ് വിത്ത് ദ മെസ്സേജ് ടു ഗോ ഫോർവേഡ് ആൻഡ് ഫേസ് ദ ചലഞ്ചസ് ഇൻ ലൈഫ് ഇൻ സ്പൈറ്റ് ഓഫ് ദി പ്രോബ്ലംസ്. അപ്പോൾ വന്നാലും അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാണ് ഈ കവിത അവസാനിക്കുന്നത്. ദ പോയം എൻഡ്സ് വിത്ത് ദ മെസ്സേജ് ടു ഗോ ഫോർവേഡ് ആൻഡ് ഫേസ് ദ ചലഞ്ചസ് ഇൻ ലൈഫ്. The obstacles എന്ന് വെച്ചാൽ തടസ്സങ്ങളാണ്. The obstacles should not stop us from going ahead. മുന്നോട്ട് പോകാൻ നമുക്ക് ഈ പ്രതിബന്ധങ്ങൾ ഒരു കാരണമാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ഇനി മറ്റു ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11.
പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അല്ലിട്രേഷൻ ഫ്രം ദ പോയം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ പോയത്തിൽ നിന്ന് ഒരു അല്ലിട്രേഷനുള്ള ഉദാഹരണം എഴുതുക. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോയത്തിൻ്റെ അപ്രീസിയേഷനിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ്. അല്ലിട്രേഷൻ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലിട്രേഷൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ഈ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അല്ലിട്രേഷൻ ഫ്രം ദി പോയം. അപ്പോൾ ഏത് വരിയാണ് നമുക്ക് അല്ലിട്രേഷൻ്റെ ഉദാഹരണമായിട്ട് ഈ പോയത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്? സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് അല്ലേ? ഫസൽ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ് എന്നുള്ള ആ വരിയിലാണ് അല്ലിട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ശബ്ദമാണ് ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്? എസ് എന്നുള്ള, യെസ്, വെരി ഗുഡ്, എസ് എന്നുള്ള ശബ്ദമാണ് ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്. സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്, 2 തവണ എസ് ഉപയോഗിച്ചിട്ടുണ്ട്. സെറ്റ് എന്നുള്ളതും സ്റ്റെപ്സ് എന്നുള്ളതും. അപ്പോൾ ഇത് അല്ലിട്രേഷൻ ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരി എഴുതാം. എന്നിട്ട് പറയാം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക, ഹിയർ ദ ലെറ്റർ എസ് ഈസ് റിപ്പീറ്റഡ്. ആ കാര്യം കൂടി ആ ഉത്തരത്തിൽ നിങ്ങൾ എഴുതണം. ഇനി 12ാമത്തെ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ചോദ്യമാണ്. വാട്ട് ഡു ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ഓൺ ദ സ്റ്റെയർകേസ് സിംബലൈസ്? വാട്ട് ഡു ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ഓൺ ദ സ്റ്റെയർകേസ് സിംബലൈസ്? ഇവിടെ ഈ സ്റ്റെയർകേസിൽ പറയുന്ന ടാഗ്സ് സ്പ്ലിൻറ്റേഴ്സ് ഒക്കെ എന്താണ്? വാട്ട് ഡു ദ ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ഓൺ ദ സ്റ്റെയർകേസ് സിംബലൈസ്? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ട് എന്ത് എഴുതണം? ദേ റെപ്രസെൻറ്റ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ് ഇൻ ലൈഫ്. അപ്പോൾ ടാഗ്സ് സ്പ്ലിൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ദേ റെപ്രസെൻറ്റ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ് ഇൻ ലൈഫ്. യെസ്, ഒബ്സ്റ്റക്കിൾസ് ഓഫ് ലൈഫ് അല്ല, ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഈ പോയത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? തീം എന്താണ്? ദ തീം ഓഫ് ദ പോയം ഈസ് ദാറ്റ് വി ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ് ഇൻ ലൈഫ്. ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. വി ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ് ഇൻ ലൈഫ്. വി ഷുഡ് നെവർ ഗിവ് അപ്പ്. വി മസ്റ്റ് ഫേസ് ദ ചലഞ്ചസ് ഇൻ ലൈഫ്. ഇതാണ് ഈ പോയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ മുൻപോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തീമെന്ന് പറയുന്നത്. യെസ്, പെർസെവറൻസ് ഇൻ ഫേസിങ് ദി challenges of life. Okay, very good. Now, question number 14. What dialect of English is used in the poem? അല്ലെങ്കിൽ which dialect of English is used in the poem? ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഡയലക്റ്റാണ് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, വേറൊരു വെറൈറ്റി ഓഫ് ഇംഗ്ലീഷാണ് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഡയലക്റ്റ്? Yes, Afro-American dialect of English. The poet has used, Naja Fatima, very good. The poet has used Afro-American dialect of English. അതായത് അമേരിക്കയിലുള്ള ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ സെറ്റിൽ ചെയ്തിട്ടുള്ള ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ ഒരു ഭാഷാ ശൈലി അവരുടേതായ ഇംഗ്ലീഷാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ഓഫ് ഇംഗ്ലീഷ്. ഇനി അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് സം ഓഫ് ദ ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോയം. പിക്ക് ഔട്ട് സം ഓഫ് ദ ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ്, ചില ഇമേജസ് ഏതൊക്കെയാണ്? ഒരു 2-3 ഇമേജസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഇമേജസ് ആണ് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? വി ക്യാൻ റൈറ്റ് ടാക്സ്, ചെറിയ ആണികൾ, ടാക്സ്. സ്പ്ലിൻറ്റേഴ്സ്, മരത്തിൻ്റെ മരച്ചീളുകൾ, സ്പ്ലിൻറ്റേഴ്സ്. സ്റ്റെപ്സ്, എറ്റ്സെട്ര. ദീസ് ആർ ഓൾ examples of some images used in the poem and they represent the difficulties in life. ഇനി അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. ഓക്കെ, ഗുഡ്. 16ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മെറ്റഫർ ഫ്രം ദ സ്റ്റാൻസ.
ഒന്നാമത്തെ സ്റ്റാൻസയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മെറ്റഫർ ഫ്രം ദിസ് സ്റ്റാൻസ. ഈ സ്റ്റാൻസയിൽ നിന്ന് മെറ്റഫറിന് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മെറ്റഫർ ഫ്രം ദ സ്റ്റാൻസ. അപ്പോൾ നിങ്ങൾക്ക് ആ വരികൾ തന്നെ എടുത്തെഴുതാം. ഏത് വരി ആണ് എഴുതേണ്ടത്, എവിടെയാണ് മെറ്റഫർ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്ന വരി എന്ന് പറയുന്നത് ആ വരി മുഴുവനായിട്ട് നമ്മൾ എഴുതണം. ആ വരി മുഴുവനായിട്ട് എഴുതുക. ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളത് മാത്രമല്ല, ആ മുഴുവനായിട്ടുള്ള ആ വരി തന്നെ നമുക്ക് എഴുതാം. ലൈഫ് ഫോർ മീ ain't been no crystal stair. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫ് എന്നുള്ളതും ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളതും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ലൈഫ് ആണ് ക്രിസ്റ്റൽ സ്റ്റെയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ലൈഫ് ഫോർ മീ ain't been no crystal stair. എന്നിട്ട് നിങ്ങൾക്ക് വേണം എഴുതാം, ഹിയർ ദ സ്റ്റെയർ കേസ് ഈസ് എ മെറ്റഫർ ഫോർ ലൈഫ്. ജീവിതം ആണിവിടെ സ്റ്റെയർ കേസ് എന്നുള്ള മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഡു യു തിങ്ക് ദ പോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രമാറ്റിക് മോണോലോഗ്? ഡു യു തിങ്ക് ദിസ് പോയം ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ആൻഡ് വൈ? ഈ പോയം ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആണോ? എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, this poem is a dramatic monologue because here is a speaker and the black African mother is the speaker and there is a silent listener and that is the son of the mother and the son is the silent listener in the poem. അപ്പോൾ dramatic monologue, മോണോ എന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് എന്നുള്ള അർത്ഥമാണ് അല്ലേ? മോണോ അല്ലേ എന്ന് വെച്ചാൽ ഒന്ന് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മോണോലോഗ് ഡയലോഗ് എന്ന് പറയുമ്പോൾ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. മോണോലോഗ് എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുന്നു, ഒരാൾ മാത്രം സംസാരിക്കുന്നു, മറ്റേ വ്യക്തി അത് കേൾക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണോ ഇവിടെ? യെസ്, ഇവിടെ അമ്മ മാത്രമാണ് സംസാരിക്കുന്നത്, മകൻ അവിടെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് പറയാം, യെസ്, the poem is an example of dramatic monologue. The mother is the speaker and the son is silently listening to the words of the mother. അപ്പോൾ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഫോർ എ ഡ്രമാറ്റിക് മോണോലോഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, 18ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് ആഫ്രോ അമേരിക്കൻ ഡയലക്ട്സ് യൂസ്ഡ് ഇൻ ദ പോയം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പോയത്തിൽ ആഫ്രോ അമേരിക്കൻ ഡയലക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പിക്ക് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് ആഫ്രോ അമേരിക്കൻ ഡയലക്ട്സ് യൂസ്ഡ് ഇൻ ദി പോയം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൈഫ് ഫോർ മീ ain't been no crystal stair എന്നുള്ളത് അല്ലേ? അപ്പോൾ ain't എന്നൊക്കെ അവരുപയോഗിക്കുന്ന അവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ഡയലക്റ്റാണ് ain't. അതുപോലെ 2 നെഗറ്റീവ് ഉപയോഗിക്കുക അല്ലേ? ain't എന്ന് പറഞ്ഞാൽ തന്നെ ഈസ് നോട്ട് എന്നാണ് അർത്ഥം. പിന്നെ വീണ്ടും ഒരു നോയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഡബിൾ നെഗറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആഫ്രോ അമേരിക്കൻ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ലൈഫ് ഫോർ മീ ain't been no crystal stair ഒരു ഉദാഹരണം. ഇനി വേറൊരു ഉദാഹരണമാണ് ഐസ് ബീൻ ക്ലൈംബിങ് ഓൺ. ഐസ് ബീൻ എ ക്ലൈംബിങ് ഓൺ. ഇവിടെ ഐസ് ബീൻ എന്ന് ആരും പറയാറില്ല. ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതും എഴുതാം. വേർ ദെയർ ain't been no light, അതും ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഐസ് ബീൻ എ ക്ലൈംബിങ് ഓൺ എന്നുള്ളതും അതിന് ഒരു ഉദാഹരണമാണ്. അവരുടെ ഒരു ഡയലക്റ്റാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് നമുക്ക് പറയാം. എന്നിട്ട് പറയാം ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ആഫ്രോ അമേരിക്കൻ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 19ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അസൊനൻസ് യൂസ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അസൊനൻസിന് ഉദാഹരണം. അസൊനൻസ്. അപ്പോൾ അലിട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എസ് ലെറ്റർ ആവർത്തിച്ച് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു വവൽസ് ശബ്ദമായിരിക്കും ആവർത്തിച്ച് വരിക. അതുകൊണ്ടാണ് നമ്മൾ അസൊനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസൊനൻസിൻ്റെ ഉദാഹരണം ഏത് വരിയാണ്? പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അസൊനൻസ് യൂസ്ഡ്
അസൊണൻസിന് ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അസൊണൻസ് യൂസ്ഡ് ഇൻ ദി പോയം. അപ്പോൾ അസൊണൻസ് ഉദാഹരണമായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വരി സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപ്രീസിയേഷനിലും പറഞ്ഞിട്ടുണ്ട്. സോ ബോയ് ഓ ഓ അല്ലേ, ഓ എന്നുള്ള ശബ്ദം ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നു തൊട്ടടുത്ത വാക്കുകളിൽ. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ബ്രാക്കറ്റിൽ ഹിയർ ദ സൗണ്ട് ഓ ഈസ് റിപ്പീറ്റഡ് അല്ലേ, ഓ എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസൊണൻസ് യൂസ്ഡ് ഇൻ ദി പോയം. ഇനി മറ്റൊരു ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിഫ്രൈൻ അല്ലെ വിച്ച് ഈസ് ദ റിഫ്രൈൻ യൂസ്ഡ് ഇൻ ദ പോയം? റിഫ്രൈൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രൈൻ ഏതാണ് അല്ലേ? റിഫ്രൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വരി അല്ലെങ്കിൽ കുറച്ച് അധികം വരികൾ ഇടയ്ക്കിടയ്ക്ക്, കവിതയുടെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രൈൻ ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഏത് വരിയാണ് ഈ പോയത്തിൻ്റെ പല ഭാഗത്ത് ആവർത്തിച്ച് വന്നിരിക്കുന്നത്? ലൈഫ് ഫോർ മീ എയിൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ. നജാ ഫാത്തിമ എല്ലാം പഠിക്കുന്നുണ്ട്. ലൈഫ് ഫോർ മീ എയിൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രൈൻ. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദ പോയം ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ വേഴ്സ്? ഇവിടെ ഫ്രീ വേഴ്സിലാണോ ഈ കവിത എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഈസ് ദ പോയം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്? അപ്പോൾ ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായിട്ട് ലെങ്തോ മീറ്ററോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റൈം സ്കീമോ ഒന്നുമില്ലാതെ എഴുതുന്ന ഒരു പോയത്തിനെയാണ് നമ്മൾ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. ഡു യു തിങ്ക് ദിസ് പോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ വേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ദിസ് പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ആസ് ദർ ഈസ് നോ സ്പെസിഫിക് റൈം സ്കീം ഓർ മീറ്റർ അല്ലേ, കൃത്യമായിട്ടുള്ള ഒരു മീറ്ററോ അല്ലെങ്കിൽ റൈം സ്കീമോ ഒന്നും ഈ കവിതയിൽ ഇല്ല അല്ലേ. ചില വരികൾ നല്ല ലെങ്ത് ഉള്ളതാണ്, ചില വരികളിൽ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ കൃത്യമായിട്ടുള്ള ഒരു മീറ്റർ ഇല്ല. അതുപോലെ തന്നെ ചില പോയത്തിലൊക്കെ എ ബി സി ബി എന്നൊക്കെ പറയുന്ന റൈം സ്കീം ഉണ്ടാവും, റൈമിംഗ് വേർഡ്സ് അറേഞ്ച് ചെയ്തതിനൊരു ക്രമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള യാതൊന്നും ഇല്ല. സോ വി ക്യാൻ സേ ദിസ് പോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ വേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 21 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിക്കുക. ഈ പാഠത്തിൽ നിന്ന്, ഈ പോയത്തിൽ നിന്ന് വന്നിട്ടുള്ള വരികൾ തന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന്, മദർ ടു സൺ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത ദിവസം നമ്മൾ വേറൊരു പാഠവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇതിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനലിൽ അത് ഉണ്ടാവും അല്ലെ. അപ്രീസിയേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്രീസിയേഷൻ്റെ കഴിഞ്ഞ വീഡിയോ, ലാസ്റ്റ് വീഡിയോയിൽ അപ്രീസിയേഷൻ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അപ്രീസിയേഷൻ്റെ നോട്ട്സ് നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്ന് പറയുന്ന ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ സൈഡ് മെനുവിൽ അല്ലേ, നിങ്ങളൊന്ന് റൈറ്റിലേക്ക് ഒന്ന് വലിച്ചാൽ അവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം, ഒരു സെക്ഷൻ കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് അതിൻ്റേതായിട്ടുള്ള ഫോൾഡറുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫോൾഡർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനതിന് എനിക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ പോയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ മദർ ടു സൺ എന്ന് പറയുന്ന ഒരു പാഠം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ ഈ പോയത്തിൽ നിന്ന്, അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ 2 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ഗ്രൂപ്പിൽ അതിൻ്റെ നോട്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവരോടും ഇതിനെപ്പറ്റി പറയുക. നമ്മുടെ 9 മണിക്കുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറയുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഫ്രീ ആണ്. യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിൽ ഇപ്പം തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രോത്സാഹനം. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്, രാത്രി ഇരുന്ന് ചെയ്യുന്നതാണ്. ഈ നോട്ട്സൊക്കെ ഞാൻ സ്വന്തം തയ്യാറാക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ സംശയങ്ങളൊന്നും ഇവിടെ ചോദിച്ച് കാണുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിൽ ഇടുമോ എന്ന് തോമസ് ചോദിച്ചിട്ടുണ്ട്. യെസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്രീസിയേഷൻ്റെ നോട്ടായി വീഡിയോ ചെയ്യാമോ? അതും ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എടുത്ത് കണ്ടാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആ നോട്ട്സ് ഒരു 2 തവണ വായിച്ചു നോക്കുക. അതോടുകൂടി അത് ഓക്കെ ആവും. ഒന്ന് എഴുതിയെടുക്കുക കൂടി ചെയ്യുക. അവസാനം ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ അത് പഠിക്കുക. ഓക്കെ, വേറെ ആരും സംശയങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമുക്ക് നാളെ പുതിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് ബൈ. താങ്ക് യു.